ഹലോ നമസ്കാരം. താരാസൗണ്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ കൊണ്ട് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണ പോലത്തെ അധികം സ്പൈസി അല്ലാത്ത ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ചേർന്നേക്കണ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ മിൽമ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കശുവണ്ടിയും റൈസൻസൊക്കെ ഇട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം, കറുകപ്പട്ട, കുരുമുളക്, ഏലക്കായ, പിന്നെ 2 ബേ ലീഫും കൂടി ഇട്ടിട്ട് നമുക്കതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഞാൻ കുറച്ച് കഷ്ണങ്ങളുള്ളൂ, ഒരു 5 കഷ്ണങ്ങളുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം സ്പൈസസും പൊടികളൊന്നും ചേർക്കാതെയാണ് ഞാൻ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കഴിക്കണ പോലെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് മക്കൾക്കൊക്കെ ആയാലും ഒട്ടും എരിവില്ലാതെ കഴിക്കാൻ പറ്റിയ നല്ല ബിരിയാണിയാണ്. പിന്നെ അതിലൊക്കെ നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ സവാളയൊന്നും ചേർക്കണില്ല, അല്ലാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾക്ക് മല്ലിയില ചേർത്തതിന് ശേഷം കുറച്ച് മസാലപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കണുള്ളൂ. അപ്പോൾ അധികം ചിക്കൻ കഷ്ണങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ പൊടികളൊന്നും ചേർക്കണില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഞാൻ ജീരകശാല അരിയാണ് എടുക്കണത്. അപ്പോൾ ഒരു വലിയ കപ്പ് അരി ആണ് കഴുകി എടുത്തേക്കണത്. അപ്പോൾ അതിന് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. കുക്കറിലാകുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. പിന്നെ നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ കൂടി ഇട്ടിട്ട് ഒന്ന് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം അതിൽ തന്നെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഈ കഷ്ണങ്ങളൊന്ന് വാടിയതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് കറി വെക്കാൻ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരു 3-4 കഷ്ണം എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് അരിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ കേൾക്കാൻ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടണം. അപ്പോൾ തന്നെ ബിരിയാണി ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാകും. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ടുണ്ടാകും കഷ്ണങ്ങളൊക്കെ. പിന്നെ അതിലൊക്കെ നമ്മൾ 2-3 തുള്ളി പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ഒരു നല്ല സ്മെല്ല് കിട്ടും. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടാൽ മതിയാവും. എന്നിട്ട് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം അങ്ങനെ വെച്ചതിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതിയാവും. അപ്പോഴാണ് ഇതിൻ്റെ വേവൊക്കെ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതായത് നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കഷ്ണങ്ങളൊക്കെ അധികം പൊടികളൊന്നും ചേർക്കാത്ത കാരണം എരിവും അധികമില്ല. അപ്പോൾ മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്കൊരു സാലഡും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ നമുക്ക് സാലഡ് ഇല്ലാതെ എന്ത് ബിരിയാണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സവാള നൈസായിട്ട് അരിഞ്ഞെടുക്കണം. സവാള നന്നായിട്ട് നൈസായിട്ട് എത്രയോ നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസാക്കി അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കണം. സവാള ഉപ്പും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി, ഒരു വലിയ തക്കാളി, പിന്നെ കുറച്ച് ക്യാബേജ് ഞാൻ ഇതിലൊക്കെ ചേർക്കുന്നുണ്ട്. ക്യാരറ്റ്, ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സാലഡ് ചേർക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം ഞാനിവിടെ ഒരു വലിയ തക്കാളി, ഒരു ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം ക്യാബേജ്, ഇത്രയാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതിൽ ക്യാരറ്റും കൂടി ഉണ്ടെങ്കിലും ഇതിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് സവാള നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം. കൈ നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാള എന്തോരം മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാണ് ഈ സാലഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സവാള മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ അടിപൊളി സാലഡ് ഇവിടെ റെഡിയാണ്.
അപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ സാലഡിന്. നമുക്കിപ്പോൾ കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലായാലും ഇങ്ങനൊരു സാലഡ് ഉണ്ടാക്കി ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ബിരിയാണിക്ക് ഇത് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി വയ്ക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണിയും സാലഡും ഇവിടെ റെഡിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.